ധന്യനായ കർത്താവിന്റെ മഹത്വം എല്ലാവർക്കും പ്രഭാതവന്ദനം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ താഴോട്ട് നമ്മളിങ്ങനെ വായിക്കുന്നു. നിങ്ങളിപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അപ്പോൾ പിതാവാം ദൈവത്തിങ്കിലേക്ക് ജാതികൾ കടന്നു വരുവാനുള്ള മാർഗം ക്രിസ്തുവും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രക്തവും. ക്രിസ്തുവിന്റെ രക്തത്താൽ പിതാവാം ദൈവത്തോട് നമ്മൾ സമീപസ്ഥരായി. യഹൂദൻ ന്യായപ്രമാണപ്രകാരം ദൈവത്തിങ്കിൽ എത്തപ്പെട്ടതുപോലെ ജാതികൾ ക്രിസ്തുവിന്റെ രക്തത്താൽ. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, യഹൂദന്റെ ന്യായപ്രമാണവും രക്തത്തിന്റെ പ്രമാണമായിരുന്നു. പക്ഷെ ആ ന്യായപ്രമാണം എന്തായിരുന്നു? ജാതികൾക്ക് ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നതിന് തടസ്സമായിരുന്നു. കാരണം ന്യായപ്രമാണം ജാതികൾക്ക് അവകാശമുള്ളതല്ല. ന്യായപ്രമാണം അനുഷ്ഠിക്കുക എന്നുള്ളത് ജാതികളുടെ അല്ല, പരിച്ഛേദനയേറ്റ അബ്രഹാമിന്റെ സന്തതിയുടെയാണ്. അപ്പോൾ ജാതികളുടെ ചിന്ത പരിച്ഛേദനയേറ്റ അബ്രഹാമിന്റെ സന്തതിക്ക് മാത്രമേ ദൈവവുമായി സാമീപ്യമുള്ളൂ, അല്ലെ സമീപസ്ഥർ അവർ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും ആ രക്തത്തിൽ കൂടി ന്യായപ്രമാണം ഇല്ലാതെ തന്നെ ദൈവത്തിങ്കിലേക്ക് സമീപസ്ഥരായി തീരുവാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൂരത്തായിരുന്നു, നിങ്ങൾക്ക് സമാധാനവും പിതാവാം ദൈവത്തോട് സമീപസ്ഥതയും ഉണ്ടാകുവാൻ ക്രിസ്തുവിന്റെ രക്തം നിങ്ങൾക്ക് അനുവാദം തന്നു, അല്ലെങ്കിൽ അവകാശം തന്നു. അത് വിശ്വാസത്താൽ. അപ്പോൾ വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ രക്തം, ഇപ്പൊ രക്തമില്ലാതെ പിതാവാൻ ദൈവവുമായി നമുക്ക് സമീപസ്ഥത ഇല്ല. ക്രിസ്തുവിന്റെ രക്തം അതിന് കാരണമാക്കി തീർന്നപ്പോൾ യഹൂദൻ അബ്രഹാമിന്റെ സന്തതിക്ക് യാഗമൃഗങ്ങളുടെ രക്തം ദൈവമായി സമീപസ്ഥതയ്ക്ക് കാരണമായി തീർന്നു എന്ന് കാണുവാനായി കഴിയുന്നു. അപ്പോൾ ന്യായപ്രമാണം ജാതികൾക്ക് ശത്രുതയായിരുന്നു. കാരണം ഈ ന്യായപ്രമാണത്തിൽ കൂടെ അല്ലാതെ ദൈവത്തിലേക്ക് അടുക്കുവാൻ കഴിയാതിരുന്നപ്പോൾ വേറെ ഒരു വഴിയില്ല. ന്യായപ്രമാണ പ്രകാരമുള്ള രക്തം ചീന്തലിൽ കൂടി മാത്രമേ പിതാവാം ദൈവത്തിലേക്ക് അടുക്കുവാൻ കഴിയുള്ളൂ. നാട്ടിലൊരിക്കൽ മഹാപുരോഹിതനാണ് ചെയ്യേണ്ടത്. അത് ലേവി ഗോത്രത്തിൽപ്പെട്ട മഹാപുരോഹിതനാണ് ചെയ്യേണ്ടത്. ജാതികൾക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇന്നത്തെ ജനസംഖ്യ അനുസരിച്ച് 95 ലക്ഷം മാത്രമുള്ള യഹൂദൻ ദൈവമായി, സർവശക്തനായ ദൈവമായി എന്ന് പറഞ്ഞ അഖിലാണ്ടത്തെ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച, വെറും വചനം കൊണ്ട് സൃഷ്ടിച്ച, വാക്കുകൊണ്ട് സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിലേക്ക് 95 ലക്ഷം യഹൂദന് മാത്രമേ അടുത്ത്, അവരിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് വെക്കുമ്പോൾ അതൊരു വലിയൊരു എന്താണ് അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുക? അപ്പോൾ ബാക്കിയുള്ള 850 കോടി ജനസംഖ്യയുള്ള ഈ ഭൂപരപ്പിൽ ബാക്കിയുള്ളവർ എന്തു ചെയ്യുമായിരുന്നു? അപ്പോൾ അതിനുവേണ്ടിയാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. അപ്പോൾ ഒരു കുഞ്ഞാടിന്റെ രക്തം അറുക്കപ്പെട്ടെങ്കിൽ മാത്രമേ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണത്തിൽ കൂടി ദൈവത്തിലേക്ക് അടുക്കുവാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി യേശു കർത്താവ് അല്ലെങ്കിൽ ദൈവം മനുഷ്യരൂപത്തിലേക്ക് ഇറങ്ങി വന്ന് യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുത്ത് ലോകത്തിന്റെ പാപത്തെ വഹിച്ച് ദൈവത്തിന്റെ കുഞ്ഞ്. അതാണ് ആരംഭത്തിൽ തന്നെ കർത്താവിന്റെ ഇൻട്രഡക്ഷനിൽ തന്നെ, ക്രിസ്തുയേശുവിന്റെ ഇൻട്രഡക്ഷനിൽ യോഹന്നാൻ പറയുന്നതാണ്, ഇവൻ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന്. അതാണ് മനുഷ്യാവതാരത്തിന്റെ പ്രത്യക്ഷമായ ലക്ഷണം. ആ മനുഷ്യാവതാരത്തിൽ കൂടി, അല്ലെങ്കിൽ അവന്റെ രക്തത്തിൽ കൂടി അന്യനായിരുന്ന അകലെയുള്ള നാം ഓരോരുത്തരും എന്ത് ചെയ്തു? കൃപയാൽ വിശ്വാസത്താൽ നമ്മളായിത്തീർന്നു. രണ്ട് കാര്യം ഇവിടെ ഉണ്ട്. ഒന്ന് കൃപ, രണ്ട് വിശ്വാസം. കൃപയാൽ വിശ്വാസത്താൽ നാം എന്ത് ചെയ്തു? പിതാവാം ദൈവമായി
സമീപസ്ഥരായി തീരുവാൻ തക്കവണ്ണം അന്യരുമല്ല പരദേശികളുമല്ല, ഇപ്പോൾ വിശുദ്ധന്മാരോടൊപ്പം എന്ന് പറഞ്ഞാൽ എബ്രായനോടൊപ്പം സഹപൗരന്മാരും വിശുദ്ധ വർഗവുമായി തീർന്നു ക്രിസ്തുവിന്റെ രക്തത്താൽ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിലാണ്. അത് വിശ്വാസത്തിൽ കൂടെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പ്രാപിച്ചിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു മർമ്മമുണ്ട്. കർമ്മത്തിൽ കൂടെ അല്ല. ക്രിസ്തു രക്തം ചീന്തിയത് എനിക്ക് പിതാവാം ദൈവവുമായി സാമീപ്യമുണ്ടാകുവാനാണ്, അല്ലെ നിരപ്പുണ്ടാകുവാനാണ്, അല്ലെങ്കിൽ എനിക്ക് പിതാവാം ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള ലിങ്കാണ് ക്രിസ്തുവിന്റെ രക്തമെന്ന് നാം എന്ത് ചെയ്തിട്ടാണ്? വിശ്വസിച്ചിട്ടാണ് കൃപയാൽ രക്ഷിക്കപ്പെടുകയും പിതാവാം ദൈവത്തോട് നമുക്ക് അടുപ്പമുണ്ടാകുവാൻ തക്കണ് കാരണമായി തീരുകയും ചെയ്തത്. അപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച ദൈവത്തിന്റെ പൈതൽ ക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ അത് വിശ്വാസത്തോടു കൂടി മാത്രമേ പ്രാപിക്കാൻ കഴിയൂ. അത് കർത്താവിന്റെ മനുഷ്യാവതാരത്തിലൊക്കെ തന്റെ ശുശ്രൂഷയിൽ വളരെ വ്യക്തമായി കർത്താവ് എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ മടുത്തുപോകാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ വിശ്വസിക്കണം. പുതിയ നിയമത്തിന്റെ സകല പ്രമാണങ്ങളും പറയുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് അവന് നീതിയായി കണക്കിട്ടു. എബ്രായ ലേഖനത്തിൽ വ്യക്തമായി വിശുദ്ധന്മാർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നത് വിശ്വാസത്താൽ അവർ പ്രാപിച്ചു, വിശ്വാസത്താൽ സുഖങ്ങളുടെ വായിച്ചു. ദൈവത്തിന്റെ പേരിൽ വിശ്വാസത്താൽ നിത്യരക്ഷ കൈവശമാക്കുവാൻ പിതാവാം ദൈവമായിട്ടുള്ള അടുപ്പം നമ്മൾ വിശ്വാസത്തോട്, ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള വിശ്വാസത്തോട് പ്രാപിച്ചുവെങ്കിൽ എല്ലാ നന്മകളും ക്രിസ്തുവിൽ കൂടി നാം പ്രാപിക്കേണ്ടത് എങ്ങനെയാണ്? വിശ്വാസത്തോടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ തലങ്ങൾ എങ്ങനെയിരിക്കുന്നുവെന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടത് പ്രഭാതത്തിൽ അത്യാവശ്യമായിരിക്കുന്നു. വിശ്വാസം നമ്മൾ പൂർണ്ണതയിലുണ്ടോ? വിശ്വാസത്താൽ മാത്രമേ നമുക്കത് കഴിയുകയുള്ളൂ. വേറെ നമുക്കൊരു മാർഗമല്ല. യഹൂദന് ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ ന്യായപ്രമാണമല്ലാതെ വേറൊരു മാർഗമില്ല എന്നുള്ളത് സുസ്ഥിരമായ ഒരു കാര്യമായിരുന്നു, ഒരു നിയമമായിരുന്നത് പോലെ ക്രിസ്തുയേശുവിൽ കൂടി നമുക്ക് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ പ്രമാണത്തിൽ കൂടെ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമായി സുശക്തമായി ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, നീ വിശ്വാസത്തോടു കൂടി മാത്രമേ, വിശ്വാസത്തിൽ കൂടി മാത്രമേ ക്രിസ്തുവിൽ കൂടി നിന്റെ ജീവിതത്തിന് പ്രതിസന്ധിക്ക് പകരം വരികയുള്ളൂ. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കൊരു മാറ്റമുണ്ടാകണം. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി നിനക്ക് തരണം ചെയ്യണമെങ്കിൽ നീ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ രക്തം മൂലം പിതാവാം ദൈവത്തിൽ നിനക്ക് സമീപസ്ഥനായി തീർന്നതുപോലെ വിശ്വാസത്താൽ ക്രിസ്തുവിൽ കൂടിയുള്ള ആ നന്മകൾ, നമ്മുടെ പ്രതിസന്ധികൾക്ക്, നമ്മുടെ കഷ്ടതകൾക്ക്, നമ്മുടെ ദുഃഖങ്ങൾക്ക് സകലത്തിനും പരിഹാരം വരുത്തേണ്ടത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടി നാം പ്രാപിച്ചെടുക്കേണ്ട വസ്തുത. ഇതാണ് പ്രമാണം. അതുകൊണ്ട് ദൈവത്തിന്റെ പേരിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് വളരെ ശക്തമാക്കി എടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ശക്തമായ വിശ്വാസമുള്ള മനസ്സുമായി, ഹൃദയമായി ദൈവത്തിങ്കിലേക്ക് ചെന്ന് ഇതുവരെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയാതെ നന്മകൾ പ്രാപിപ്പാൻ തക്കവണ്ണം വിശ്വാസത്തോടെ അത് കൈവശമാക്കി എടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനായി നമ്മളെ സഹായിക്കും.